ഹായ് മക്കൾസ്, ഫാസിൽ സാറാണ്. എടാ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എന്ത്? ഇനി നാളെ പഠിക്കാം, അല്ലെങ്കിൽ മറ്റന്നാളെ പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം. ഇപ്പം എനിക്കൊരു മൂഡില്ല, ഇപ്പം എനിക്കൊരു മൈൻഡ് സെറ്റ് ഇല്ല, ഇപ്പം എനിക്ക് വയ്യ. അങ്ങനെ ഒരു സാധനം എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്, ഒരു കോമൺ വേവ് ലെങ്ത് ഉള്ള ആളുകളാണ്. ഇത് നിങ്ങൾക്ക് എന്നല്ല, എനിക്ക് എന്നല്ല, ഇത് ലോകത്തുള്ള എല്ലാവരും പ്രശ്നമാണ്. ഇതെല്ലാം ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ട്. മടിയാണ് സ്വാഭാവികം. അതെന്താ വെച്ചാൽ സിംപ്ലി പറഞ്ഞാൽ മടി, പിന്നെ ചെയ്യുക, ഇപ്പോൾ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സാർ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. സത്യം പറയാലോ, ഇതിന് ഇന്നേ വരെ മെഡിക്കൽ സയൻസ് ഒരു സൊല്യൂഷനും കണ്ടെത്തിയിട്ടില്ല. ഇതിൻ്റെ പച്ചമലയാളം എന്താണെന്ന് വെച്ചാൽ മടി എന്നാണ്. അതിന് മലയാളത്തിൽ മടി എന്നാണ് പറയാം. അത് മാറ്റിയെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ കണ്ടെത്തിയൊരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ അപ്ലിക്കബിൾ ആക്കിയുള്ള ഒരു സാധനം, ഞാനും പണ്ട് നിങ്ങളൊക്കെ പോലെ തന്നെയായിരുന്നു. അതായത് ഇതേപോലെ തന്നെ മടി പിടിച്ച് അല്ലെങ്കിൽ നാളെ ചെയ്യുക, അല്ലെങ്കിൽ നാളെ എനിക്ക് വയ്യ, ഒരു മൈൻഡില്ല, എനിക്ക് മൂഡില്ല എന്നാണ് പറയാം. ഞാൻ എപ്പോഴും അങ്ങനെ പറയാം, എനിക്ക് മൂഡില്ല എന്ന് പറയുമേ. എൻ്റെ മൂടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്നാലും ഇങ്ങനെ മൂഡില്ല അറിയാണ്ട് പിന്നോട്ട് മാറ്റി വെക്കും. ആക്ച്വലി ഇതിനെ റിക്കവർ ചെയ്യാൻ എന്താ ഒരു ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടെത്തിയൊരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എന്ത് വേണമെന്നറിയോ? ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ വേണം. സ്ട്രോങ് ഡിറ്റർമിനേഷൻ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന അറിയോ? പിന്നെ നമ്മൾക്ക് പഠിക്കാനൊരു ത്വര വരും, ഒരു ടെൻഡൻസി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇപ്പോൾ അർജൻറ്റീന വേൾഡ് കപ്പിലേക്ക് മത്സരിക്കാൻ വരികയാണ്. അപ്പോൾ അർജൻറ്റീനയുടെ ഡിറ്റർമിനേഷൻ എന്തായിരിക്കും? വേൾഡ് കപ്പ് ജയിക്കണം, അത് അടിക്കണം, കപ്പ് തിരിച്ച് ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ആയിരിക്കും അവർക്ക്. ഇപ്പോൾ ഒരാൾ ഓട്ട മത്സരത്തിന് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അയാളെ മൈൻഡ് എന്തൊക്കെയാണ്? എനിക്ക് ആ ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തണം. അതൊക്കെയാണ് അയാളെ മൈൻഡിൽ. ഇപ്പോൾ ഒരു SSLC എഴുതുന്ന വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ 8ാം ക്ലാസ്സിലാണ്. SSLC എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ആ SSLC എഴുതുന്ന വിദ്യാർത്ഥിയുടെ മൈൻഡിൽ എന്തൊക്കെയാണ്? എനിക്ക് ഫുൾ A+ അടിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഒരു PSCയോ UPSCയോ SSCയോ അങ്ങനെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ, എനിക്കിത് ക്രാക്ക് ചെയ്യണം. അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ ഒരു മൈൻഡിലുണ്ടാവും. അപ്പോൾ ഞാനിനി പഠിച്ചാതിരുന്നാൽ പ്രശ്നമാണ്, ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നാൽ പ്രശ്നമാണ്, ഞാനിങ്ങനെ മൊയന്തായിക്കാണ്ട് മണ്ടനായിരുന്നാൽ പ്രശ്നമാണ്. ആ ഒരു സാധനം അവൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തുണ്ടെങ്കിൽ? ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നാളെ എനിക്ക് ആ സ്ഥലം വരെ പോകണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു അതിയായ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ആ സ്ഥലം വരെ പോയിരിക്കും. അങ്ങനൊരു സാധനം ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് എന്താണ് താജ്മഹലൊക്കെ കാണുന്ന ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ ലൈഫ് ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യും? അത് നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഡിറ്റർമിനേഷൻ സെറ്റ് ചെയ്യുക. അതായത് 8ാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്ക് വേണം, അതെന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. 8ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ വേണം. ആ ഒരു സാധനം എന്ത് ചെയ്യുക? മൈൻഡിൽ ആദ്യം എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ എനിക്ക് നല്ലൊരു മികച്ച മാർക്ക്, ഇനി ഫുൾ A+ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഞങ്ങളെ പേരൻസിനൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ, പേരൻസിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ, എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ ഒരു സന്തോഷമാകുന്ന ഒരു മാർക്ക്, അല്ലെങ്കിൽ ക്ലാസ്സിൽ അത്യാവശ്യം ഒരു ടോപ്പ് 10 വരുന്ന രീതിയിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് വേണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ എന്ത് ചെയ്യുക? മൈൻഡിൽ സെറ്റ് ചെയ്യുക. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. അതാകുമ്പോൾ മടിയൊക്കെ കുറച്ച് ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം, അല്ലാതെ വെറുതെ കിട്ടില്ല. ചുണ്ടും ചിരിയും കാണിച്ചിരുന്ന അങ്ങനെ കിട്ടുന്നില്ല. ഇതിന് പണിയെടുക്കുക തന്നെ വേണം, വർക്ക് എടുക്കുക തന്നെ വേണം, റിസ്ക് എടുക്കുക തന്നെ വേണം. അപ്പോൾ അത് നമ്മൾക്കറിയാലോ. അപ്പോൾ നമ്മൾ ഈ ഡിറ്റർമിനേഷൻ സെറ്റ് ചെയ്താൽ നമുക്ക് ഇതിന് വർക്ക് എടുക്കണം എന്ന് നമ്മൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? പുസ്തകം ഒന്ന് മറിച്ച് നോക്കും. അപ്പോൾ അതെന്താണ്? ഒരു പോസിറ്റീവാണ്. സോ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഡിറ്റർമിനേഷനാണ്. രണ്ടാമത് മെയിനായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിലും യൂട്യൂബിലൊന്നും തപ്പി നോക്കിയാലൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ വഴി ഒന്ന് ഫോളോ ചെയ്ത് നോക്കി മേ ബി എന്ത് ചെയ്യും? സക്സസ്ഫുൾ ആവും. രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ പിയർ ഗ്രൂപ്പ് കോമ്പറ്റീഷനാണ്. ഇത് വളരെ യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നെ വേണ്ടത് എന്താ വെച്ചാൽ ചെയ്യാം. കാരണം അത്രയും കോൺഫിഡൻസാണ്. പിയർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭയങ്കര ചങ്കാളുണ്ടാവും, ഒരു 2-3 ആൾക്കാർ. അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ പരസ്പരം ഒരു കോമ്പറ്റീഷൻ നടത്തുക. അതായത് നാളെ ഞാൻ ഇത് പഠിച്ചു വരും, അപ്പോൾ നാളെ എന്ത് ചെയ്യണം? ഈ മറ്റേത് പഠിച്ചു വരണം, ഈ അത് പഠിച്ചു വരണം. അങ്ങനെ നിങ്ങൾ 3 ആൾ എന്ത് ചെയ്യുക? ഒരു പാർട്ട്, ഒരു ഡിവിഷൻ സെറ്റ് ചെയ്യുക. ഈ അത് പഠിക്കണം, ഈ ഇത് പഠിക്കണം, ഞാനിത് പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? പിറ്റേ ദിവസം അത് ചോദിക്കണം. അല്ലാതെ പഠിക്കുക എന്ന് പറയാണ്ട് ഇങ്ങനെ പെരി പോയിട്ട് എന്നിട്ട് പുസ്തകം എന്നൊക്കെ പൂട്ടി നല്ല സുഖസുന്ദരമായി കടന്നുറങ്ങി പിറ്റേ ദിവസം വെറുതെ വന്നിരുന്നിട്ട് കാര്യമില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്യണമെന്നറിയോ? അതിന് ഇവാലുവേഷൻ ചെയ്യണം. ഈ അത് പഠിച്ചോ? ഈ അത് പഠിച്ചോ? ഈ ഇന്നലെ പറഞ്ഞിരുന്നോ ഈ ഭാഗം പഠിക്കുന്നു? സെൽ ക്ലസ്റ്റർ ഈ പഠിക്കുന്നു പറഞ്ഞിരുന്നോ? സെൽ തിയറി ഈ പഠിക്കുന്നു പറഞ്ഞിരുന്നോ? ഈ അത് പഠിച്ചോ? അങ്ങനെ എന്ത് ചെയ്യണം? ചോദിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ചടപ്പേക്കാരം, ഒരു ചമ്മലുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടെങ്കിലും, ആ ചടപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. അങ്ങനെ പതിയെ എന്ത് ചെയ്യും? അത് ടോപ്പായി വരും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ 4 ആൾക്കാർ ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 ആൾക്കാർ ഒരു ടീം സെറ്റ് ചെയ്തിരുന്നുണ്ട്. ആ 4 ആൾക്കാർ ഇതിൽ എന്തെന്ന് അറിയോ? എന്താണ് ഇപ്പോൾ ഒരു ദിവസം
എന്താണ് ഇവൻ പഠിക്കാതെ വന്നു അപ്പോൾ ഈ 3 പേരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവൻക്ക് എന്തുണ്ടാവും, ഒരു ചടപ്പുണ്ടാവും, ഞാൻ പഠിച്ചാതെ വന്നത് മോശമായി, ഇവരെല്ലാവരും പഠിച്ച്, അങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ പിറ്റേ ദിവസം ഇവൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പഠിച്ച് വരും. ഇനി വേറൊരു ദിവസം 2 ആൾ പഠിക്കാതെ വന്നു, അപ്പോൾ അപ്പുറത്ത് എന്തുണ്ടാവും, 2 ആൾ പഠിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, ഓല് 2 ആൾ അടിപൊളിയായി പഠിക്കുന്നുണ്ട്, നമ്മളെന്താ ഇങ്ങനെ, നമ്മൾ ഓലെ പോലെ ആവണം എന്നുള്ളൊരു ട്രിഗർ വരും, ഒരു ഇൻറ്റൻസി വരും, ഒരു ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അങ്ങനെ പിന്നെ ചില റയർ കേസ് ഉണ്ട് കേട്ടോ, 4 ആൾക്കാർ ഒരു ടീം ഇടും, 4 പഠിക്കാതെ വരും. അപ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാവും, ഓനൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനത്തെ പിയർ ഗ്രൂപ്പ് സെറ്റ് ചെയ്യരുത്. അങ്ങനത്തെ പിയർ ഗ്രൂപ്പാണ് നിങ്ങളെ പിയർ ഗ്രൂപ്പ് എങ്കിൽ വേഗം എന്ത് ചെയ്യുക, പിയർ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുക. ആ കൂട്ടുകാരെ മാറ്റിയിട്ട് വേറെ കൂട്ടുകാരെ എന്ത് ചെയ്യുക, അവിടെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ഒന്നും കൂടി അടിപൊളിയാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു 2 മെത്തേഡുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒരു കോമ്പറ്റീഷനൊക്കെ വെക്കുക. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക, ഓരോ കോമ്പറ്റീഷനൊക്കെ വെച്ച് കണ്ടത് ഉഷാറായിട്ട് പഠിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ് നാളേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ പഠിക്കാൻ പറ്റും. കാരണം നാളെ എന്ന് ലോട്ടറി അടിക്കണ പോലെ ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒപ്പമുള്ള പിയർ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ചടപ്പുണ്ടാവും, ഓലൊക്കെ അവിടെ എത്തി, ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ, അപ്പോൾ എനിക്കും തുടങ്ങണം എന്നുള്ളൊരു ട്രിഗർ വരും. ആ ട്രിഗർ എന്ത് ചെയ്യണം, വരുത്തണം. സോ എന്ത് ചെയ്യുക, ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മൈൻഡിലോട്ട് കയറ്റുക. 1 സ്ട്രോങ് ഡിറ്റർമിനേഷൻ, 2 പിയർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. ഇപ്പം തന്നെ സെറ്റ് ചെയ്തോളി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 1 ലൈക്ക് അടിക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. യുവർ ഫാസ്റ്റ് അറക്കൽ. ഓക്കെ.